വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂദയായിൽ നിന്നും ജെറുസലേമിൽ നിന്നും ഫരിസേയരും നിയമ അധ്യാപകരും അവിടെ വന്നുകൂടി. രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അവർ അവനെ അകത്ത് യേശുവിന് മുമ്പിൽ കൊണ്ടുവരുവാൻ പരിശ്രമിച്ചു. ജനക്കൂട്ട നിമിത്തം അത് സാധിക്കാത്തതുകൊണ്ട് അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിൻ്റെ മുമ്പിലേക്ക് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരും പരിസേയരും ചിന്തിച്ചു തുടങ്ങി, ദൈവദൂഷണം പറയുന്ന ഇവൻ ആര്? ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കുവാൻ സാധിക്കുക? അവരുടെ വിചാരം മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ ചോദിക്കുന്നത്? ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ഉടനെ എല്ലാവരും കാണുക അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ സംഭ്രമത്തോടെ പറഞ്ഞു, അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു തമ്പുരാൻ്റെ പരസ്യ ജീവിതകാലത്ത് ദരിദ്രരോട് സുവിശേഷം അറിയിച്ചുകൊണ്ട്, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിച്ചുകൊണ്ട്, വിവിധ തരത്തിലുള്ള രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടവർക്ക് സൗഖ്യം നൽകിക്കൊണ്ട്, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട്, കർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരം അറിയിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടം. അവിടുത്തെ അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഒരു തളർവാദ രോഗിയെ 4 പേർ ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഈ സൗഖ്യ വിവരണത്തിൽ യേശുവിൻ്റെ ശിഷ്യർ, ആരാധകർ, സൗഖ്യം പ്രതീക്ഷിച്ച് വന്നിരിക്കുന്നവർ, ശത്രുക്കൾ, ഇവരെല്ലാം ഉണ്ട്. ഈ സൗഖ്യ വിവരണത്തിൽ പാപമോചനവും രോഗശാന്തിയും പരസ്പരം ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നവൻ്റെ പാപവും രോഗവും ഒരേ സമയം മോചിക്കപ്പെടുകയാണ്. 2 വിമോചനങ്ങൾ നടക്കുന്നുവെങ്കിലും പാപമോചനത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവായി രോഗശാന്തി നൽകപ്പെട്ടിരിക്കുന്നു. എല്ലാ തളർവാദവും പാപഫലമാണ് എന്ന നിഗമനത്തിൽ എത്താൻ സാധിക്കുകയില്ല. എങ്കിലും രോഗകാരണങ്ങൾ ശാരീരികവും മാനസികവുമാണെന്ന സത്യം തള്ളിക്കളയാനും ആകില്ല. പാപം മോചിക്കുവാനും രോഗം ശമിപ്പിക്കുവാനുമുള്ള അധികാരം
ഈശോയ്ക്കുണ്ട് എന്ന ഈ സത്യം ഈ രോഗശാന്തി വിവരണത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഗലീലയിലെ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ കേന്ദ്രമായിരുന്നു. കഫർനഹോമിലെ ഒരു വീട്ടിൽ വെച്ചായിരുന്നു ഈ അത്ഭുത രോഗശാന്തി നടന്നത് എന്നുള്ളതാണ്. യേശു തൻ്റെ സ്വന്തം ഭവനം പോലെ ഉപയോഗിച്ചിരുന്ന ഈ വീട് പത്രോസിൻ്റെ വീടായിരിക്കാം. മർക്കോസ് 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മേൽക്കൂര പൊളിച്ച് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മേൽക്കൂര പൊളിക്കുന്നത്? നമുക്കത് വ്യക്തമല്ല, നമുക്കത് ചിന്തിക്കാൻ പോലും ആവുന്നില്ല. 1-ാം നൂറ്റാണ്ടിലെ യഹൂദ ഭവനങ്ങളുടെ സ്ഥിതി വെച്ച് ചിന്തിച്ചാൽ ഇത് അസാധ്യമല്ല എന്ന് കാണാൻ കഴിയും. മണ്ണുകൊണ്ടുള്ള മേൽക്കൂര, പുല്ലുമേഞ്ഞ മേൽക്കൂര, ഓടുമേഞ്ഞ മേൽക്കൂര ഇവയൊക്കെ ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. മണ്ണോ പുല്ലോ മാറ്റി ഇടമുണ്ടാക്കി രോഗിയെ താഴെ ഇറക്കാൻ സാധിക്കും എന്നുള്ളതും അവർ മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ്. രോഗിയുടെ സുഹൃത്തിനു വേണ്ടി സാഹസികമായ തരത്തിൽ മറ്റു കൂട്ടുകാർ ഒത്തൊരുമിച്ച് അധ്വാനിച്ചപ്പോൾ 4 പേർ ചേർന്ന്, അവൻ്റെ സുഹൃത്തുക്കളായ 4 പേർ ചേർന്ന് അവനെ ഒരു കട്ടിൽ കിടത്തി യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈശോ കൊണ്ടുവന്നവരുടെ അധ്വാനവും പരോപകാര തൽപരതയും വിലമതിച്ചു. അവരുടെ വിശ്വാസം കണ്ട്, വിശ്വാസമെന്ന നാമം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വളരെ വിരളമാണ്. ആകെ 5 പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ വിശ്വസിക്കുക എന്ന ക്രിയാപദം വളരെ പ്രാധാന്യം കാണുന്നത് 15 തവണ ഇവിടെ രോഗിയുടെ വിശ്വാസമല്ല, അയാളെ കൊണ്ടുവന്നവരുടെ വിശ്വാസമാണ് രോഗിക്ക് ഉപകാരപ്പെടുന്നത്. തൻ്റെ വിശ്വാസം പ്രകടമാക്കുവാൻ രോഗിക്ക് സാധ്യമായിരുന്നില്ല. അതിനാൽ അവൻ്റെ ചുറ്റും നിന്നവരുടെ വിശ്വാസം പരിഗണിച്ച് അത്ഭുതം സംഭവിക്കുകയാണ്. രക്ഷകർത്താവിൻ്റെ വിശ്വാസത്തിലാണല്ലോ ശിശുക്കൾക്ക് വിശ്വാസപരമായി നാം അവരെ പരിഗണിച്ചുകൊണ്ട് ജ്ഞാനസ്നാനം നൽകുന്നത്. രക്ഷകർത്താക്കൾ ആ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തും എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിലാണ് നാം അത് ചെയ്യുന്നത്. തനിക്ക് വിശ്വാസം പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന സന്ദർഭമുണ്ടായപ്പോൾ തളർവാദ രോഗി യേശു ആജ്ഞാപിച്ചതുപോലെ കിടക്കയും എടുത്തുകൊണ്ട് നടന്ന് തൻ്റെ വിശ്വാസവും യേശുവിനോടുള്ള വിധേയത്വവും വെളിവാക്കി കൊടുക്കുന്നു. മാമോദീസ സ്വീകരിക്കുന്ന ശിശു പ്രായമാകുമ്പോൾ തൻ്റെ വിശ്വാസം വ്യക്തിപരമായ സുഹൃത ജീവിതത്തിലൂടെ പ്രകടമാക്കുവാനുള്ളവനാണ്. 4 പേർ ചേർന്ന് വളരെ പരിശ്രമിച്ച് യേശു ഇരുന്ന മുറിയുടെ മേൽക്കൂര മാറ്റി ആ കുഷ്ഠരോഗിയെ കട്ടിലൂടെ താഴേക്കിറക്കുമ്പോൾ അവരുടെ വിശ്വാസം കണ്ട്, മകനെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് യേശു അവനോട് പറയുകയാണ്. മകനെ എന്നതിനേക്കാൾ കുഞ്ഞേ എന്ന് അർത്ഥമുള്ള ടെക്നോൻ എന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വാത്സല്യവും കരുണയുമാണ് കുഞ്ഞേ എന്ന് വിളിക്കുന്നതിലൂടെ പ്രകടമാക്കിയിരിക്കുന്നത്. നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. വർത്തമാനക്രിയ ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. അതായത് ഈ നിമിഷം നിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു എന്ന അർത്ഥത്തിലാണ് ക്രിയ ഉപയോഗിച്ചിരിക്കുന്നത്. രോഗിയെ കൊണ്ടുവന്ന ആളുകളുടെ വിശ്വാസത്തിന് യേശു നൽകുന്ന പ്രത്യുത്തരം എന്ന നിലയിലാണ് പാപമോചനം നൽകുന്നതെന്ന് സാരം. നിയമജ്ഞരിൽ ചിലർ നിയമപണ്ഡിതന്മാരാണ്, മതപണ്ഡിതന്മാരാണ് നിയമജ്ഞർ. നിയമഗ്രന്ഥങ്ങളാണ് ഏറ്റവും വലിയ വിജ്ഞാനമെന്നും ഏറ്റവും പൂർണ്ണമായ അറിവെന്നും കണക്കാക്കിയിരിക്കുന്ന ആളുകളാണ് നിയമജ്ഞർ. അവർ പറയുകയാണ്, ഇവൻ ദൈവദൂഷണം പറയുന്നു.
പഴയ നിയമ പശ്ചാത്തലത്തിലാണ് നിയമജ്ഞർ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. പാപമോചന അധികാരം ദൈവത്തിന് മാത്രമുള്ളതാണ്. പുറപ്പാട് പുസ്തകം 34 അധ്യായം 6 വാക്യവും യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43 അധ്യായം 25 വാക്യത്തിലും പാപം മോചിക്കുന്നതിന് ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. യഹൂദരുടെ ഈ വിശ്വാസത്തിന് വിരുദ്ധമായി യേശു പ്രവർത്തിക്കുന്നുവെന്ന് നിയമജ്ഞർ ചിന്തിക്കുന്നു. അവിടെയാണ് യേശു തമ്പുരാൻ പറയുന്നത്, മനുഷ്യപുത്രന് അധികാരമുണ്ട്. ഈ സുവിശേഷ ഭാഗത്താണ് മർക്കോസിൻ്റെ സുവിശേഷം മനുഷ്യപുത്രൻ എന്ന വിശേഷണം ആദ്യമായി ഉപയോഗിക്കുന്നത്. താൻ ദൈവപുത്രനാണ് എന്ന് യേശു സമ്മതിക്കുന്നുണ്ടെങ്കിലും യേശു സ്വയം ആ സ്ഥാനപ്പേര് ഉപയോഗിക്കുന്നില്ല. യേശു ഉപയോഗിക്കുന്ന സ്ഥാനപ്പേര് മനുഷ്യപുത്രൻ എന്നാണ്. 4 സുവിശേഷങ്ങളിലും യേശു മാത്രമേ ഈ പേര് ഉപയോഗിക്കുന്നുള്ളൂ. ഞാനെന്ന സർവനാമത്തിന് പകരം മനുഷ്യപുത്രൻ എന്ന് യേശു ഉപയോഗിക്കുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മനുഷ്യനെന്ന് പൊതുവായ അർത്ഥത്തിൽ മനുഷ്യപുത്രൻ എന്ന പദം ഉപയോഗിക്കുന്നു. ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിക്കുവാനല്ല ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എസെക്കിയേലിൻ്റെ പുസ്തകത്തിലാണ് ഏറ്റവും കൂടുതൽ 95 തവണ ഈ പദം ഉപയോഗിക്കുന്നത്. ദൈവമോ മാലാഖയോ എസെക്കിയേലിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ പദം ഉപയോഗിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മനുഷ്യപുത്രൻ എന്നത് മാനുഷികമായ ചില സവിശേഷതകളുള്ള ഒരു അമാനുഷ്യൻ എന്ന അർത്ഥത്തിലാണ്. 3 സന്ദർഭങ്ങളിലാണ് മനുഷ്യപുത്രൻ എന്ന് തന്നെപ്പറ്റി യേശു വിശേഷിപ്പിക്കുന്നത്. ഒന്ന്, തനിക്കുള്ള മാനുഷികവും അമാനുഷികവുമായ അധികാരങ്ങളെപ്പറ്റി പറയുമ്പോൾ, ഉദാഹരണത്തിന് പാപം മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് തളർവാദ രോഗിയോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്തുകൊണ്ട് നടക്കുക. സാപത്തിൻ്റെ മേൽ അവന് അധികാരമുണ്ട്. മനുഷ്യൻ സാപത്തിന് വേണ്ടിയല്ല, സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പീഡാനുഭവങ്ങളെപ്പറ്റി പറയുമ്പോൾ മനുഷ്യപുത്രൻ പാടുപീടുകൾ സഹിക്കണം, മരിക്കണം, മഹത്വത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ള സൂചന അവിടുന്ന് പറയുമ്പോൾ, തൻ്റെ ഉയർപ്പിനെപ്പറ്റിയും യുഗാന്ത്യത്തിൽ വീണ്ടും വരുമെന്ന് പറയുമ്പോഴും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ മാലാഖമാരോടുകൂടി എഴുന്നള്ളുന്ന ആ മഹാസംഭവം, രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള സൂചന ഒക്കെ പറയുമ്പോൾ മനുഷ്യപുത്രൻ എന്നുള്ള വാക്ക് യേശു തമ്പുരാൻ തന്നെ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും അധികം താഴാൻ കഴിയുന്ന ഉന്നതൻ, ഏറ്റവും അധികം സഹിക്കാൻ കഴിയുന്ന സഹനാതീതൻ, ഏറ്റവും അധികം ചെറുതാകാൻ കഴിയുന്ന വലിയവൻ, ഈ വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിക്കുന്ന പേരാണ് മനുഷ്യപുത്രൻ എന്നത്. മറ്റുള്ളവർ യേശുവിനെ വിശേഷിപ്പിച്ചത് ദൈവപുത്രൻ എന്ന വിശേഷണത്തിലും യേശു തന്നെ വിശേഷിപ്പിച്ചത് മനുഷ്യപുത്രൻ എന്ന വിശേഷണത്തിലുമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ സത്താപരമായ ഈ 2 വാക്കുകളും ഒരർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. മിശിഹായെപ്പറ്റിയുള്ള യഹൂദ സങ്കല്പത്തിൽ പാപമോചന അധികാരം ഉൾപ്പെട്ടിരുന്നതായി കാണപ്പെടുന്നില്ല. യഹൂദമത സങ്കല്പത്തിലെ മിശിഹായേക്കാൾ ഉന്നതമായൊരു സ്ഥാനത്താണ് യേശു. അത് ദൈവതുല്യമായ സ്ഥാനമാണ്. പാപമോചനം പാപിയുടെ അപേക്ഷയ്ക്ക് ഉത്തരമായല്ല, യേശുവിൻ്റെ സൗജന്യമായ ഒരു ദാനമെന്ന നിലയിലാണ് അത് നൽകുന്നത്. യേശുവിൻ്റെ ദൈവതുല്യമായ അധികാരമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് എല്ലാവരും വിസ്മയിച്ചു.
യേശുവിനെ വിസ്മയപുരുഷനായി ചിത്രീകരിക്കുക എന്നത് മർക്കോസിൻ്റെ ദൈവശാസ്ത്ര ദർശനത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യൻ്റെ പരിമിതികളെയും ധാരണകളെയും അതിലംഘിക്കുന്ന വിസ്മയഭാവം അത്ഭുത രോഗശാന്തി പ്രകടിപ്പിക്കുന്നു. പരസഹായം ആവശ്യമുള്ളവനാണ് രോഗി. യേശുവിൻ്റെ സാമീപ്യമാണ് രോഗശാന്തിയുടെ ഉറവിടം. കരുണാർദ്രമായ സമീപനത്താൽ രോഗബാധിതൻ്റെ ആത്മാവിനെയും ശരീരത്തെയും കർത്താവ് സൗഖ്യമാക്കുന്നു. സൗഖ്യദായകമായ കർത്താവിൻ്റെ സാമീപ്യം, ശക്തി വരുന്ന അവിടുന്ന് വാക്കുകൾ സാന്ത്വന സ്പർശിയായി രോഗിക്ക് ഇന്നും സംലഭ്യമാണ്. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ സഭയിലെ പുരോഹിതരെ വിളിക്കട്ടെ. രോഗിക്ക് വേണ്ടി തൈലം പൂശി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം നൽകുന്നു എന്ന് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. രോഗാവസ്ഥയിൽ, നിസ്സഹായാവസ്ഥയിൽ ആര് സഹായിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ നിന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 4 പേര് പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ കിടക്കുന്ന ആ മനുഷ്യനെ കട്ടിൽ എടുത്തുകൊണ്ട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ താമസിക്കുന്ന നാനാജാതി മതസ്ഥ രോഗികളായി കഴിയുന്നവരെ നമ്മുടെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് തമ്പുരാൻ്റെ സന്നിധിയിൽ എത്തിക്കുവാൻ കഴിഞ്ഞാൽ, നമ്മുടെ വിശ്വാസം കണ്ടുകൊണ്ട് ആ രോഗിയുടെ നന്മ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന തമ്പുരാൻ ഇന്നും ആ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. സൗഖ്യദായകമായ തമ്പുരാൻ്റെ ഈ പ്രവർത്തനം ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സുഹൃത്തുക്കളുടെ വിശ്വാസം വഴിയാണ് എങ്കിലും അവൻ പരിപൂർണ സൗഖ്യമുള്ളവനായി, തളർന്നു കിടന്ന ആ മകൻ ആരോഗ്യമുള്ളവനായി മാറിയെങ്കിൽ അവനോട് യേശു തമ്പുരാൻ പറയുകയാണ്, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുന്നതിന് മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന് തളർവാദ രോഗിയോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്ത് നിൻ്റെ ഭവനത്തിലേക്ക് പോവുക. യഥാർത്ഥ വിശ്വാസമുണ്ടെങ്കിൽ പ്രവൃത്തി ഉണ്ടാകും. സ്വാർത്ഥതയുടെ വേലി അവിടെ പൊളിച്ചു മാറ്റും. സഹോദര സ്നേഹത്തിലും അനുതാപത്തിലേക്കും അത് നയിക്കും. സ്നേഹം ഒരിക്കലും സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, യേശു തമ്പുരാൻ കൽപ്പിച്ചതുപോലെ തളർവാദ രോഗി എഴുന്നേറ്റ് അവൻ്റെ കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. പലര് ചേർന്ന് ഒരു കട്ടിലിൽ എടുത്തുകൊണ്ട് വന്നവൻ പരസഹായം കൂടാതെ എഴുന്നേറ്റ് തന്നെ കിടത്തിയിരുന്ന കട്ടിൽ എടുത്തുകൊണ്ട് അവൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ഫരിസേയർ അതിശയിക്കുകയാണ്. അവർ അവനിൽ വിശ്വസിക്കുവാൻ തക്കതുപോലെയുള്ള ഒരടയാളമാണ് അവിടുന്ന് കാണിച്ചു കൊടുത്തത്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 11-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്ന കാര്യം എസെക്കിയേൽ പ്രവാചകനോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നീ അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. ദുഷ്ടൻ നശിക്കുന്നതിലല്ല, ദുഷ്ടതയുടെ മാർഗം വെടിഞ്ഞ് അവൻ നല്ലവനായി ജീവിക്കുന്നതിലാണ് ദൈവം സന്തോഷിക്കുന്നത്. പിന്തിരിവീൻ, തിന്മയിൽ നിന്ന് പിന്തിരിയുവിൻ,
ഇസ്രായേൽ ജനമേ, എന്തിന് നിങ്ങൾ മരിക്കുന്നു? നിങ്ങളുടെ പാപം എത്ര കഠിനമായിരുന്നാലും അനുതപിച്ചാൽ ആരെയും സ്വീകരിച്ച് രക്ഷയിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് യഹോവയായ ദൈവം. ഒരു മനുഷ്യനും നശിക്കുവാൻ പാടില്ല, എല്ലാവരും രക്ഷപ്പെടണം. അതിനാണ് ദൈവം തൻ്റെ ഏകജാതനെ അയച്ചതെന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ മുൻസൂചനയാണ് ഇവിടെ കൊടുക്കുന്നത്. സഹോദരൻ്റെ ആവശ്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നത് അനീതിയാണ്. നിന്റെ സഹോദരൻ വിശക്കുന്നവനായി, രോഗിയായി, വസ്ത്രമില്ലാത്തവനായി കഴിയുന്നുവെങ്കിൽ അവനോട് നീ സമാധാനത്തിൽ കഴിയുക എന്ന് പറയുവാനല്ല, അവൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവനെ സഹായിക്കുവാനാണ് നിന്നെ ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തു നിൽക്കുന്ന അനുജനെ കാണുവാൻ അക്ഷികളില്ലാത്തവൻ അരൂപിയിൽ വസിക്കുന്ന ദൈവത്തെ കാണാനാവില്ല. നിന്റെ സഹോദരൻ്റെ ആവശ്യം നിന്റെ ആവശ്യത്തെക്കാൾ വലുതാണെന്നുള്ള മനോഭാവത്തിൽ പ്രവർത്തിക്കുവാനുള്ളവനാണ് നീ. പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്ന് അരുളിച്ചെയ്തവൻ സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചുകൊണ്ടാണല്ലോ നമ്മെ വീണ്ടെടുത്തത്. അതുവഴിയായി തിന്മയിൽ നിന്നുള്ള മോചനവും നന്മയിലേക്കും ദൈവത്തിലേക്കുമുള്ള തിരിച്ചുവരവുമാണ് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. പല കാരണങ്ങളാൽ നാം ദൈവത്തിൽ നിന്നും, മനുഷ്യനിൽ നിന്നും, മനസാക്ഷിയിൽ നിന്നും, ഈ പ്രപഞ്ചത്തിൽ നിന്നും ഒക്കെ അകന്നു പോകുവാനിടയായിട്ടുണ്ട്. അവയ്ക്കെല്ലാം പരിഹാരം കണ്ടെത്തുവാനുള്ള ഒരു കാലഘട്ടമാണ് ഈ നോയമ്പിൻ്റെ കാലഘട്ടം. 4 പേർ ചേർന്ന് തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നുവെങ്കിൽ നിശ്ചയമായും നമ്മൾ 4 പേർ ചേർന്നാൽ യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ കാരുണ്യം അനന്തമാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മുടെ ഹൃദയത്തിൽ അവരെ ചുമന്നുകൊണ്ട് തമ്പുരാൻ്റെ സന്നിധിയിൽ കൊണ്ടെത്തിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം കണ്ടുകൊണ്ട് അവർക്ക് സൗഖ്യം നൽകുവാൻ യേശു തമ്പുരാൻ തയ്യാറാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും രക്ഷപ്പെടുന്ന ഒരു സംവിധാനമാണ് അവിടുന്ന് തൻ്റെ കുരിശുമരണത്തിലൂടെ, പുനരുത്ഥാനത്തിലൂടെ, സഭാസ്ഥാപനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുവഴിയായി എല്ലാവരെയും തമ്പുരാനിലേക്ക് അനയിക്കുവാൻ, എല്ലാവരും ദൈവോന്മുഖരായി ജീവിക്കുവാൻ, മനുഷ്യരെ ദൈവത്തിൻ്റെ പ്രതിനിധികളായി കണ്ടുകൊണ്ട് അവർക്ക് ചെയ്യുന്ന ശുശ്രൂഷ ഈശ്വര ആരാധനയാക്കി മാറ്റുവാൻ കഴിയുമ്പോൾ ആരും അന്യരല്ല, ആരും പരദേശികളല്ല. എല്ലാവരും യേശു ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ട രാജകീയ കുടുംബത്തിലെ, പ്രവാചക കൂട്ടായ്മയിലെ, പൗരോഹിത്യ കുലത്തിലെ അംഗങ്ങളാണെന്നുള്ള അഭിമാനത്തോടു കൂടി ജീവിക്കുവാൻ കഴിയണം. അങ്ങനെ ഞാൻ വഴി മറ്റുള്ളവർ ജീവിക്കണം. അവരുടെ വേദനകളും യാതനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എൻ്റേതു കൂടിയാണ്. അത് പരിഹരിക്കുവാൻ എന്നെ ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന ബോധ്യത്തോടു കൂടി പ്രവർത്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.